വെൽക്കം ടു ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി. മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പം ഇന്ന് ഞാൻ പോയി അമരൻ സിനിമ കണ്ടു. എല്ലാവരും കണ്ടു കാണുമല്ലോ. ഞാൻ ഇപ്പോഴാണ് കണ്ടത് പടം. ഇപ്പോൾ കണ്ടിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ മനസ്സ് തൊട്ട് നമ്മൾ ആ ആർമിയിലുള്ള മുകുന്ദ് സാറിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പടം കണ്ടിട്ട് കയറി വന്നതിന് ശേഷം എൻ്റെ മനസ്സിന് ആ ഒരു ക്യാരക്ടർ പോകുന്നില്ല, ആ ഒരു വ്യക്തി പോകുന്നില്ല. പിന്നെ ആലോചിക്കും തോറും ആ വ്യക്തി ഇങ്ങനെ മനസ്സിലോട്ട് ഓടി വരിക. ആ ഒരു ആർമിയിലുള്ള ആ ഒരു വ്യക്തി, നമ്മളെ ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന ഒരു 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 സ്പിരിറ്റ് ഉണ്ടല്ലോ. പുള്ളിയുടെ ചെറുപ്രായത്തിൽ പുള്ളിയുടെ എന്താ പറയുക, അപ്പൂപ്പന്മാർ തൊട്ട് തുടങ്ങുന്ന ഒരു സംഭവമാണ് ഈ ആർമിയിൽ. പുള്ളിക്കൊരു ഇഷ്ടം വരാൻ കാണാം. മുൻ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് ഈ ആനന്ദ് സാറിൻ്റെ മനസ്സിൽ ഇങ്ങനെ ആർമി കയറണം, എനിക്ക് ആർമിയുള്ള ഒരാളാവണം. ആ ഒരു വേറൊരു ലെവല് ഫീലാണ് മൂവി കാണുമ്പോൾ. എല്ലാവർക്കും കണ്ടവർക്ക് അറിയാം. അതുകൊണ്ട് എനിക്കിത് പറയാൻ ആരുമില്ല. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ മുമ്പേ എനിക്കത് പറയണമെന്ന് തോന്നി. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. മുകുന്ദൻ സാറിൻ്റെ ആ ഒരു റോള് ശിവകാർത്തികേയൻ അടിപൊളിയായിട്ട് ചെയ്തത്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഷോർട്ടായിട്ടിട്ടു, നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ ശിവകാർത്തികേയന് ഞാൻ ഔട്ട് ഓഫ് 100 മാർക്ക്, സായി പല്ലവിക്ക് 100 മാർക്ക്. കാരണം ആ ക്യാരക്ടർ അവർ റിയൽ ലൈഫ് ചെയ്ത് വെച്ച അവർക്ക് രണ്ടുപേർക്കും അടിപൊളി. കാരണം ഞാൻ സീതാറാമിന് ശേഷം കരഞ്ഞൊരു മൂവി ഇതാ തിയേറ്ററിൽ നിന്ന്. സീതാറാമും പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഇതൊക്കെ അതിന് ശേഷം അത്രയ്ക്ക് എൻ്റെ മനസ്സിലായിട്ട് ടച്ചായ ഒരു സീനാണ്. ഈ പടം കണ്ടപ്പം ആദ്യം ഞാൻ ഇരുന്ന് കണ്ണിന് വെള്ളം വന്നു. മനസ്സ് ഒന്ന് ടച്ചായപ്പോഴാണ് കണ്ണിന് വെള്ളം വന്നത്. അത്രയ്ക്ക് അടിപൊളി ഫീല്. കാരണം ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു റിലേഷൻഷിപ്പ് ഇല്ല. അപ്പം പുള്ളി റിലേഷൻഷിപ്പിലും അടിപൊളിയാണ്, സ്വന്തം രാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോഴും പുള്ളി അടിപൊളിയാണ്. എന്താ പറയാൻ എനിക്ക് വാക്കുകളില്ല. ഞാൻ ലാസ്റ്റ് സീനും ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പം, ലാസ്റ്റ് സീനൊക്കെ എത്തിയപ്പോൾ കണ്ണിന് വെള്ളം വന്നു, സത്യം പറയാനില്ല. ഇത് ഞാൻ ഈ പടം പോയി കാണാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. ഓക്കെ, പൈസക്ക് ഇച്ചിരി ഇതായിരുന്നു, എനിക്ക് ടൈറ്റായിരുന്നു. അപ്പം പടം കണ്ടിറങ്ങിയപ്പം മക്കളെ വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് ഇങ്ങനത്തെ പടമൊക്കെ കണ്ടിറങ്ങുമ്പം ഒരു ടച്ച് ഫീല് അടിക്കും. പക്ഷേ ആ ഒരു വ്യക്തിയെ ഞാൻ ഇപ്പോഴും സ്മരിക്കുന്നു, ആനന്ദ് മുകുന്ദൻ സാറിന്. ഞാനിങ്ങനെ തിയേറ്ററിൽ ഇരിക്കുമ്പം കൈ കൊണ്ട് സല്യൂട്ട് കൊടുത്ത് എത്ര സല്യൂട്ട് കൊടുത്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ആർമിയുള്ള ഒരാളെ ഞാൻ ഇത്രയും ഇഷ്ടപ്പെടുന്നത്. ഇനി എല്ലാ വർഷവും ഈ ആനന്ദ് മുകുന്ദൻ സാറിനെ ഓർക്കും. എൻ്റെ മൂവി ലിസ്റ്റിലെ മൂവിയാണിത്, ഏറ്റവും ബെസ്റ്റ് മൂവിയാണിത്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. പറയാൻ വാക്കുകളില്ല, സത്യം പറഞ്ഞ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഫോണിൽ കാണാൻ നിൽക്കരുത്, തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യണം. എന്നാലേ അതിൻ്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ഞാനങ്ങനെ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ ചൂടാറുമ്പോൾ അതിൻ്റെ പടത്തിന് പോകാത്ത. പക്ഷേ ഈ പടത്തിന് എൻ്റെ മനസ്സ് കാണാൻ പോകുന്ന ഒരു പുഷിങ് തന്നുകൊണ്ടാണ്.
അപ്പം ഈ വർഷത്തെ ബെസ്റ്റ് മൂവി അമരൻ, ശിവകാർത്തികേയൻ ബെസ്റ്റ് ആക്ടർ, അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അടിപൊളി മൂവിയാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ ചുരുക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്നാണ് നിങ്ങൾ പോയി കാണണം. പടത്തിനെ കുറിച്ച് റിവ്യൂസൊക്കെ ചെയ്യാം. റിവ്യൂസൊക്കെ കമൻറ്റ് എനിക്ക് ഇട്ടതാണ്. ഓക്കെ, കണ്ടവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.